ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓയിൽ പുള്ളിംഗ് ആണ്, അല്ലെങ്കിൽ എണ്ണ കവിൾക്കൊള്ളുക എന്ന് പറയും. പണ്ട് ഇന്ത്യൻ ആൻഷ്യൻ ടൈമിൽ തൊട്ട് അവരൊരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ പുള്ളിംഗ്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ഇത് പ്രത്യേകം എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഓയിൽ പുള്ളിംഗ് എന്ന് നോക്കാം. അതായത് നമ്മൾ പല്ലെല്ലാം തേച്ച് കഴിയുമ്പോൾ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുലുക്ക് ഒഴിയില്ലേ, അതുപോലെ തന്നെ എണ്ണ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഇല്ല എങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണ വായിൽ കുറച്ചു നേരം കൊണ്ടുപിടിക്കുക, അതായത് കുലുക്ക് ഒഴിയാണ്ട് കുറച്ചു നേരം വായിൽ കൊള്ളുക. അതാണ് ഈ ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ കൃത്യമായ രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ വായില് എന്തെങ്കിലും അൾസർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ചിലവർക്ക് നമുക്കറിയാം എപ്പോഴും തുടരെ അൾസർ വന്നുകൊണ്ടേയിരിക്കും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ ഹോസ്റ്റലില്. നമുക്ക് എല്ലാ മാസവും അൾസർ ഉണ്ടാവും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ അൾസർ വരുന്നത്. ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ഈ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് എല്ലാം കൊണ്ടിട്ട് അൾസർ വരലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ പല്ല് കൊണ്ട് കവിളൊക്കെ കടിച്ചു പോയി കഴിഞ്ഞാൽ അൾസർ വരലുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം കാരണം ഈ അൾസർ തുടരെ ഉണ്ടാവലുണ്ട്. പ്രത്യേകിച്ച് മലബന്ധം ഉള്ളവർക്കൊക്കെ അൾസർ കോമൺ ആയിട്ട് വിട്ടുമാറാണ്ട് കാണലുണ്ട്. അപ്പൊ ഇങ്ങനെ അൾസർ വരുന്നവർക്ക് ദിവസേന നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യുകയാണെങ്കിൽ ഈ അൾസർ തുടരെ വരുന്നത് കുറഞ്ഞു കിട്ടി അൾസർ വന്നു കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ, കോഫി അല്ലെങ്കിൽ ചായ ഒക്കെ ദിവസവും കഴിക്കുന്നവർക്കറിയാം ഒരു മഞ്ഞക്കറ പല്ലിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ പല്ല് മഞ്ഞയ്ക്കുന്നവർക്കും ഈ ഓയിൽ പുള്ളിങ് വളരെ നല്ലതാണ്. കൂടാണ്ട് വായ്നാറ്റം ഉള്ളവർക്കും ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് വായ്നാറ്റം വരാം. ഒന്ന് നമ്മുടെ വൃത്തിക്കുറവ് കൊണ്ട് വരാം, ഇല്ലെങ്കിൽ പല്ലിലൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ, പല്ലൊക്കെ പുതുതായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഭക്ഷണ സാധനങ്ങൾ തിങ്ങിയിട്ട് നമുക്ക് വായ്നാറ്റം ഉണ്ടാവാം, ഇല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം വായ്നാറ്റം ഉണ്ടാവും. അപ്പൊ ഈ വായ്നാറ്റം ഉള്ളവർക്കും ഓയിൽ പുള്ളിങ് ദിവസേന ചെയ്യുകയാണെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ മോണേന്റെ ആരോഗ്യം. മോണ കറക്കുന്നവർക്ക്, അല്ലെങ്കിൽ മോണയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്, രക്തസ്രാവം ഒക്കെ ഉള്ളവർക്ക് മോണ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഓയിൽ പുള്ളിങ് സഹായിക്കുന്നുണ്ട്. കൂടാണ്ട് നമ്മുടെ നാവ്, ഓറൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനും നമുക്ക് ഇതുകൊണ്ട് സഹായിക്കും. നമുക്കറിയാം ഇപ്പൊ കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ വളരുന്ന ബാക്ടീരിയസ് ആണെങ്കിലും, അല്ലെങ്കിൽ വായിലുണ്ടാവുന്ന എന്തെങ്കിലും പഴുപ്പ്, മോണയിൽ ഉണ്ടാവുന്ന പഴുപ്പ്, ഇതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ പുള്ളിങ് സഹായിക്കുന്നുണ്ട്. നാവില് പൂപ്പല് പോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നാവ് ആരോഗ്യത്തോടെ ഇരിക്കാൻ, പിന്നെ പല്ലിന് ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ, അടിഞ്ഞുകൂടുന്ന കറകള് ഒക്കെ മാറിക്കിട്ടാൻ, പല്ല് തിളക്കത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പുള്ളിങ് സഹായിക്കും. അതുപോലെ തന്നെ കവിള്, ചിലവർക്ക് ഒരു കവിള് ചുങ്ങിയിട്ടായിരിക്കും, ചിലവർക്ക് ഒരു കവിള് തുടുത്തിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ പുള്ളിങ് സഹായിക്കും. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുമ്പം നമ്മുടെ നന്നായിട്ട് ടേസ്റ്റ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ അതെല്ലാം മാറി നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ പുള്ളിങ് സഹായിക്കും. അതുപോലെ പല്ലിന്റെ പുളിപ്പ് മാറാൻ വേണ്ടിയിട്ട്, പല്ലിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൗണ്ട് ഒക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട്, നല്ല സ്വീറ്റ് വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട്, ആണുങ്ങൾക്കാണെങ്കിൽ സൗണ്ടിന്റെ ഗാംഭീര്യം കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഓയിൽ പുള്ളിങ് സഹായിക്കുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, തൊണ്ടവേദന ഉണ്ടെങ്കിൽ, തൊണ്ടയിൽ പഴുപ്പുണ്ടെങ്കിൽ, ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഓയിൽ പുള്ളിങ് ചെയ്യാൻ പറ്റും. അതുപോലെ URTI ഉണ്ടെങ്കിൽ, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്തെങ്കിലും തരത്തിലുള്ള വൈറസും ബാക്ടീരിയ എല്ലാം നമ്മുടെ വായിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ പുള്ളിങ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ബാക്ടീരിയാസ് ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ തലയിൽ കഫം കെട്ടുക, സൈനസൈറ്റിസ് ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം, ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുന്ന പേഷ്യൻസിന് നമ്മൾ ഈ ഓയിൽ പുള്ളിങ് ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് തിരിയും. നമുക്ക് ഈ കെട്ടിക്കിടക്കുന്ന കഫം, തൊണ്ടയിലാണെങ്കിലും തലയിലാണെങ്കിലും അല്ലെങ്കിൽ സൈനസിലൊക്കെ ആണെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന കഫം നമ്മുടെ തൊണ്ടയിലൂടെ പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓയിൽ പുള്ളിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുപ്പുമ്പോൾ നമ്മൾ ഒരുപാട് കഫവും കൂടി അതിന്റെ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ഓയിൽ പുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ താടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ചിലവർക്ക് ഉണ്ടാവും ഈ താടിന്റെ ഈ എല്ലിന്റെ ഭാഗത്തായിട്ട് ഒരു സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ വാ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റാണ്ടായി പോവുക. അങ്ങനെയുള്ള രോഗമുള്ളവർക്കും നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ താടി കുറച്ചും കൂടി
ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടും താടി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷമായിട്ട് ഡെയിലി ഓയിൽ പുള്ളിങ് ചെയ്യുന്ന ഒരാളാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഈ വിസ്റ്റം ടീത്ത് വരുമല്ലോ, ആ ടൈമില് വിസ്റ്റം ടീത്ത് വരുന്ന ടൈമിലും ആ മോണേന്റെ ഭാഗത്തായിട്ട് ഒരു കുഴി പോലെ രൂപപ്പെടുകയും അവിടെ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പൊ അതെന്റെ ഭയങ്കരമായിട്ട് ഓറൽ ഹെൽത്തിനെ ബാധിച്ചൊരു കാര്യമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് ആ വിസ്റ്റം ടീത്ത് എടുത്തു കളയാനാണ്. അപ്പൊ എടുത്തു കളയാൻ അന്ന് നിന്നില്ല. ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏത് നേരം പഴുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു, ഏത് നേരം മരുന്നെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ ടൈമിലാണ് ഞാൻ ഈ ഓയിൽ പുള്ളിങ് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല. അവിടെ പെയിൻ ഉണ്ടായിട്ടില്ല, അവിടെ പഴുപ്പുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വായ്നാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓയിൽ പുള്ളിങ് ദിവസവും ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന കഫം കൂടുതലായിട്ട് പുറത്തോട്ട് പോവാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് കഫക്കെട്ടൊന്നും ഇല്ല, ഇത് എവിടുന്നാ ഇത്രത്തോളം കഫം വരുന്നത് എന്ന്. പക്ഷെ നമ്മുടെ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും കാരണത്താൽ കെട്ടിക്കിടക്കുന്ന കഫം ഉണ്ട് എങ്കിൽ ഈ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ അതെല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ എന്നെ പോലെ അങ്ങനത്തെ വിഷയമൊക്കെ ഉള്ളവർക്ക് ഈ ഓയിൽ പുള്ളിങ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വിഷയങ്ങളെല്ലാം മാറിക്കിട്ടും. വിസ്റ്റം ടീത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറും. പക്ഷെ അത് വരുന്നവരെ നല്ല പെയിനും ഇടയ്ക്കിടയ്ക്ക് പഴുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യല്. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഓയിൽ പുള്ളിങ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഡെയിലി റുട്ടീന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്ത് മിസ് ചെയ്താലും, രാവിലത്തെ എന്ത് കാര്യം മിസ് ചെയ്താലും ഈ ഓയിൽ പുള്ളിങ് മിസ് ചെയ്യലേ ഇല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ഓയിൽ പുള്ളിങ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കൊള്ളാവുന്ന ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുക്കുക. 1 ടീസ്പൂൺ ഒക്കെ ധാരാളം, അത് മതി. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുലുക്കൊഴിഞ്ഞ് കളയല്ല ചെയ്യുക, നമ്മൾ വായിൽ കൊണ്ട് പിടിച്ചു വെക്കുകയാണ് ചെയ്യുക. ഒരു 10-20 മിനിറ്റ് പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അതൊരു മിൽക്കി വൈറ്റ് കളറാവും, ഒരു പാലിന്റെ കളറാവും. നമ്മൾ തുപ്പുമ്പോൾ ആ ഒരു കളറാവുമ്പോൾ നമുക്ക് അത് തുപ്പിക്കളയാം. അതുപോലെ തന്നെ നമ്മൾ വായിൽ വെച്ചതിന് ശേഷം ഒന്ന് വായ്ക്ക് മൊത്തം ചുറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് പല്ലിന്റെ ഇടയിലും അങ്ങോട്ടൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമാണ്. ചെയ്യുന്നത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യാം. നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം ചെയ്യാം, ഭക്ഷണത്തിന് മുന്നേ ചെയ്യാം. ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാ കഴുകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കഴുകുമ്പോൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകരുത്. പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പല്ലുകുളിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ ഒന്ന്, ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡി ഡിറ്റോക്സ് ആയിട്ട് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഫുൾ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസ് ഒക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ പുള്ളിങ് സഹായിക്കുന്നുണ്ടെന്ന് പറയലുണ്ട്. അതായത് നമ്മുടെ നാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ എല്ലാ ടോക്സിൻസും ക്യാരി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മൾ നാവിലൂടെയാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉള്ളിലോട്ട് പോവുക. അപ്പൊ നല്ല ഭക്ഷണങ്ങളായാലും മോശ ഭക്ഷണങ്ങളായാലും നാവിൽ തട്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തോട്ട് ആദ്യം ചെല്ലുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ എല്ലാ ടോക്സിൻസും, ബോഡിയിൽ ഉണ്ടാവുന്ന പകുതിയിലേറെ ടോക്സിൻസും നമുക്ക് പുറത്തു പോകുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ എന്റെ ഡെയിലി റുട്ടീനിൽ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ, കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം. രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണ്. ഏറ്റവും ഗുണവും വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പൊ ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വായിൽ കൊണ്ടിട്ട് ഒന്ന് വായിൽ എല്ലാ ഭാഗത്തും ഒന്ന് കുലുക്കൊഴിയുന്ന പോലെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നാവ് കൊണ്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഡെയിലി ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തുപ്പിക്കളയാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.